എന്തെങ്കിലും ശേഷം സുഖമാണ് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ന്യൂസുകൾ ഇമിഗ്രേഷനും അത് മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ ബാധിക്കുന്ന ചില ന്യൂസുകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് NHS റിക്രൂട്ട്മെന്റ് കേസ്. അങ്ങനെ ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് നിങ്ങളുടെ അടുത്ത് എത്തിക്കുക, അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സോ ഗൈസ്, ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് ചേരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും അറിയട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പതിയെ ഇമിഗ്രേഷനിലും NHS റിക്രൂട്ട്മെന്റ് കേസിലേക്ക് എത്തിക്കാം. ഫസ്റ്റ് തന്നെ ഒരു ബാഡ് ന്യൂസിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഋഷി സുനകിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഋഷി സുനക് ഭരിച്ചിരുന്ന സമയങ്ങളിൽ പിടിച്ച് കെട്ടിയ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം ഇപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുന്നു നമ്മുടെ ലേബർ ഗവൺമെന്റിന്റെ ഭരണകാലത്ത്. കാരണം ഇൻഫ്ലേഷൻ റേറ്റ് വീണ്ടും ഉയർന്നിരിക്കുന്നു എന്നുള്ള ഒരു ബാഡ് ന്യൂസ് വന്നിരിക്കുന്നു. 2.3% ആണ് ഇൻഫ്ലേഷൻ റേറ്റ് ഉയർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിൽ നമ്മളെ പല രീതിയിൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. വിലക്കയറ്റം ഇവിടെ വർദ്ധിപ്പിക്കാൻ പോകുന്ന സമയത്ത്, ഇല്ലെങ്കിൽ നമുക്കറിയാം എനർജി ബില്ല് തൊട്ട് പല മേഖലയിലും നമ്മളെ ഇവിടെ UK ജീവിക്കുന്നവർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ എന്താണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സാഡ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. 2.3% ഇൻഫ്ലേഷൻ വീണ്ടും തലപൊക്കിയിരിക്കുന്നു. ഒരു കാലത്ത് ഋഷി സുനക് പിടിച്ചു കെട്ടിയ ഇൻഫ്ലേഷൻ ആയിരുന്നു. ലേബർ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതുവരെയ്ക്ക് ഇത്രയും മാസങ്ങളുടെ ഇടയിൽ വരെ ഇൻഫ്ലേഷൻ റേറ്റ് അത്രയ്ക്കും വലിയ സീൻ ഉണ്ടായിരുന്നില്ല, കുറവ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷനാണ്. വരുന്ന സമയങ്ങളിൽ നമുക്ക് ലേബർ ഗവൺമെന്റ് അത് പിടിച്ചു കെട്ടും എന്ന് തന്നെ വിചാരിക്കാം. പുതിയ ഗവൺമെന്റിന് ഒരു ഹണിമൂൺ പീരീഡ് ഒക്കെ ഉണ്ടല്ലോ. സോ ഗൈസ്, അപ്പോൾ ആ ഒരു ടൈമിന്റെ കാലാവധിയിൽ ഇങ്ങനെയൊക്കെ സ്വാഭാവികമാണ് സംഭവിക്കുന്നത്. എന്തായാലും അത് കൺട്രോൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മളെ ബാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും UK ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് കൗൺസിൽ ടാക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. സോ കൗൺസിൽ ടാക്സ് ബില്ല് ഇൻക്രീസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും ഈ കൗൺസിൽ ടാക്സ് ബില്ല് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്. അതിപ്പോ ഒരു 5% വരെ റേസ് ആവും എന്നുള്ളതാണ് ഒരു ക്യാപ്പ് പോലെ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിപ്പോ എല്ലാ ന്യൂസുകളും ഇന്ന് കാണുന്ന എല്ലാ ന്യൂസുകളും കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കൗൺസിൽ ടാക്സ് ബില്ല് വർധനവിനെ കുറിച്ച്. ഈ കാണുന്ന ന്യൂസിലൊക്കെ പറയുന്ന പോലെ തന്നെ റേസ് വുഡ് ബി ദ ഓൾമോസ്റ്റ് 3 times above കറന്റ് ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ആഡ് £100 ടു ആവറേജ് ഫാമിലീസ് ബിൽ. ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം 160 ചിലത് മറ്റേ ബിയിലൊക്കെ വരുന്ന ഹൗസിലൊക്കെ നമുക്കറിയാം £161 ഇവിടെ പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതൊരു £100 700 വിഷയമുണ്ട്. പൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതൊക്കെ നല്ല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങളാണ് ഈ കൗൺസിൽ ടാക്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനകത്തുള്ള വർധനവ് തീർച്ചയായിട്ടും അംഗീകരിക്കാതിരുന്നിട്ടും കാര്യമില്ല, നമുക്കത് തരും എന്നുള്ളതാണ്. സോ ഗൈസ്, അങ്ങനെ ഒരു ബാഡ് ന്യൂസ് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഇരുട്ടടി പോലെയാണ് അന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ബസ് ഫെയർ ക്യാപ്പ്. ആ ബസ് ഫെയർ ക്യാപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ £2 ആണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു വൺ സൈഡ് പോകാനാണെങ്കിൽ £2 ആണ് കൊടുക്കേണ്ടത്. ഒരു ഡേയിലാണെങ്കിൽ £5 എടുത്തു കഴിഞ്ഞാൽ ഒരു ഡേ റൈഡർ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വൺ സൈഡ് £2 അത് £3 ആക്കുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്കൊന്ന് ഒരു ഡേ റൈഡർ ഇപ്പോൾ £5 എന്നുള്ളത് £6 ആവും. അങ്ങനെ നോക്കുമ്പോൾ മന്ത്ലി ബഡ്ജറ്റിൽ എല്ലാവരുടെയും കുറച്ചും കൂടി കുറവുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് ഫെയർ ക്യാപ്പുകൾ, കുറച്ച് ന്യൂസുകൾ പല ഏരിയയിലുള്ള കൗൺസിലുകളുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ക്യാപ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ ചില ഏരിയ അതെല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ആവില്ല എന്ന് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ക്യാപ്പുകൾ സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കൗൺസിലുകൾ, വാറിംഗ്ടൺ പോലുള്ള കൗൺസിൽ അവിടെ ഉള്ള ഏരിയകളിലൊക്കെ £2 കീപ്പ് ചെയ്യും. പക്ഷെ ഏപ്രിൽ വരെ അത് £2 ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഇൻക്രീസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഓരോ കൗൺസിലുകളുടെ തീരുമാനത്തിലായിരിക്കും ഇത് ഇൻക്രീസ് ചെയ്യുന്നതും എല്ലാം നടക്കുന്നത്. സോ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വരയ്ക്കും സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി തൊട്ട് അത് ഇൻക്രീസ് ചെയ്യില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ ഏരിയയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതും നമ്മുടെ ബഡ്ജറ്റിൽ, മന്ത്ലി ബഡ്ജറ്റിനകത്ത് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി കുറച്ച് നമ്മുടെ ഇമിഗ്രേഷൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഒന്ന്, ഇ വിസ.
ഈ വിസയുടെ അപ്ഡേറ്റുകൾ ഞാൻ ഓൾറെഡി പല പ്രാവശ്യം എങ്ങനെയാണ് ഈ വിസ ചെയ്യുക, ഈ വിസ ചെയ്യുന്നതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തു, അത് കണ്ട് പലരും ചെയ്ത് നമ്മൾ കോൺടാക്ട് ചെയ്ത് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം നിങ്ങളത് കണ്ട് ചെയ്തതിൽ. ഇപ്പോഴും പലർക്ക് ഈ വിസയിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. അവർ ആക്ച്വലി സ്കാൻ ചെയ്യാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല. ചിലർക്ക് പേരുകളിൽ വ്യത്യാസം, ചിലർക്ക് പല ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഹോം ഓഫീസിനെ കോൺടാക്ട് ചെയ്യാനുള്ള പദ്ധതികൾ നോക്കുക, ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അത് ഈ വിസ ചെയ്യാനായിട്ട് നോക്കുക. എങ്ങനെയാണെങ്കിൽ പോലും ഡിസംബർ 31 മുമ്പ് ഈ വിസകൾ എല്ലാവരും ചെയ്തിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ പലരും നാട്ടിൽ പോയവരുണ്ട്, BRP സഹിതം പോയവരുണ്ട്. പിന്നെ ചിലർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഡിസംബർ 31 മുമ്പ് വരണോ, അതായത് വിസ കിട്ടിയിട്ട് നാട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അവരവരുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക, ഹോം ഓഫീസിന് ഇമെയിൽ അയച്ച് കൺഫേം ചെയ്യുക. കാരണം അതിന് മുമ്പ് വന്നില്ലെങ്കിൽ ഈ വിസ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം എന്താണ് ഇവിടെ ഈ വിസയുടെ കേസിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ വിസ എടുത്തിട്ട് ഇപ്പോൾ വിസ കിട്ടിയിട്ട് ജനുവരിക്ക് ശേഷമേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ അവരെ കൺഫേം ചെയ്യുക. നമ്മളതിനകത്ത് ഇവിടെ ഒരു കമൻറ്റും ചെയ്യുന്നില്ല, കാരണം ഈ വിസയുടെ കേസിൽ. പിന്നെ അത് മാത്രമല്ല, മസ്റ്റായിട്ട് എല്ലാവരും ഈ വിസ എടുക്കുക. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ടൂർ പോകാൻ നിൽക്കുന്ന ആളുകളെല്ലാം ഈ വിസ എടുക്കുക. കാരണം ഈ വിസയിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില കൺട്രീസ് ഇപ്പോൾ ഈ വിസ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില കൺട്രീസ് നിങ്ങൾക്ക് BRPയും എടുത്ത് കൈ പിടിക്കുക. കാരണം ഡിസംബർ 31 ശേഷം മാത്രമാണ് BRPയുടെ യൂസ് ഇല്ലാതിരിക്കുകയുള്ളൂ. അതുവരെയും നിങ്ങൾക്ക് BRP കയ്യിൽ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ചിലർ ഫിസിക്കൽ കാർഡ്സ് ചോദിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങൾ ഇപ്പോൾ ദുബായിക്ക് പോയിട്ട് ട്രാപ്പിൽപ്പെട്ട ആളുകൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിസ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിരിക്കുക. അതിന് മെയിൽ വരണമെന്നില്ല, മെയിലിന് വേണ്ടി കാത്തിരിക്കണം എന്നില്ല. പലരും ഇതൊന്നും അറിയാത്ത ആളുകൾ പോലും ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്, എന്താണ് ഈ വിസ എന്ന് പോലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്ന ആൾ, ഫേസ്ബുക്കും യൂട്യൂബും ഈ കാലത്തിലും എന്താമാതിരി ആളുകൾ ഉണ്ട് എന്ന് എനിക്കും ഈ അടുത്താണ് കുറച്ച് മനസ്സിലായത്. സോ ഗൈസ്, പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ നിങ്ങളെ ചുറ്റുപാടുള്ള ആളുകൾ എല്ലാവരും ചെയ്തോ എന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചേ, ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ടേക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരെങ്ങാനും മറന്നിട്ടുണ്ടെങ്കിലോ, സോ അവരെയും കൂടി റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഒരു മലയാളി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് ചോദിച്ചേക്ക്. ചുമ്മാ പോയൊരു ചോദ്യം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, മറ്റൊരു ഈ വിസയുടെ അപ്ഡേറ്റുകൾ അതാണ്. മാക്സിമം ഈ വിസ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി NHSന്റെ റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ മുമ്പ് NHS എംപ്ലോയേഴ്സ് എന്നുള്ള ഒരു വെബ്സൈറ്റിനകത്ത്, പോർട്ടലിനകത്ത് NHSന്റെ എന്ത് ന്യൂസുകൾ വരുവാണെങ്കിലും NHS എംപ്ലോയേഴ്സിന്റെ വെബ്സൈറ്റിനകത്ത് വരും. ഓക്കെ, സോ ഇതിനകത്ത് നമുക്കറിയാം, ഇൻ കൺട്രി പാർട്ട്ണർഷിപ്പ് വർക്കിംഗ് ടു റിക്രൂട്ട് ഇന്റർനാഷണൽ സ്റ്റാഫ്സ് എന്നുള്ള രീതിയിൽ, ഇന്റർനാഷണൽ നേഴ്സസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാലോ, കുറേ നാളുകളായിട്ട് NHSന്റെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പുറത്തുനിന്ന ആളുകളെ അറിയാം, ഋഷി സുനകിന്റെ മന്ത്രിസഭയുള്ള സമയത്ത് ആ ഇലക്ഷൻ കാലം കഴിഞ്ഞ ജനുവരി തൊട്ട് ഭയങ്കരമായിട്ട് ഫ്രീസ് ആയിരുന്നു. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേക്കും ഓണല്ല, പ്രോപ്പറായിട്ട് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇപ്പോഴും ഒരു എക്സ്പെക്ടേഷനേ ഉള്ളൂ, സ്റ്റാർട്ട് ആവും എന്നുള്ള. ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ താഴ്ത്തു വരുന്നതാണ് കമന്റ്, NHSന്റെ റിക്രൂട്ട്മെന്റ് എന്തായി എന്നുള്ള കമന്റ്. ഓക്കെ, ഇപ്പൊ ചെറിയൊരു എവിടെന്നോ ഒരു വെളിച്ചം വരുന്ന പോലുള്ള ഒരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ NHS ട്രസ്റ്റിന്റെ അണ്ടറിലും അല്ല. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് ഈ ന്യൂസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യോർക്ക്ഷയർ ആൻഡ് ഹംബർ ICB എത്തിക്കലി റിക്രൂട്ടഡ് ഇന്റർനാഷണൽ സ്റ്റാഫ് ഫ്രം നേഴ്സിംഗ് കോളേജസ് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഈ പ്രൊസീജിയേഴ്സ്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ യോർക്ക്ഷയറിനും കാര്യങ്ങളെല്ലാം റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 2025 ഏകദേശം 11ഓളം നേഴ്സുമാർ നമ്മുടെ നാട്ടിലെ രാജഗിരി ഏതൊരു നേഴ്സിംഗ് കോളേജിൽ നിന്നാണ് അവർ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഡയറക്ട്ലി ട്രാക്ക് ത്രൂ ആണ്. ഒരു ഏജൻസി ഇല്ലാതെ, ഏജൻസിന് പൈസ കൊടുക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ഡയറക്ട്ലി ട്രാക്ക് ത്രൂ ഈ ട്രസ്റ്റ് നേരിട്ട് ചെന്ന് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി. ഇല്ലെങ്കിൽ അവർ അതിനുവേണ്ടി അവിടെ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടി നേഴ്സസിന് റിക്രൂട്ട് ചെയ്യാനായിട്ട്. അത് വളരെ വിജയകരമായിട്ട് നടന്നു. അപ്പൊ ഇപ്പൊ ട്രസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ മാർഗത്തിൽ ഇൻ കൺട്രി പാർട്ട്ണർഷിപ്പ് വർക്കിംഗ് ടു റിക്രൂട്ട് ഇന്റർനാഷണൽ നേഴ്സസ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏജൻസീസിനെ ഒഴിവാക്കാനായിട്ട്, രണ്ട് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള, കുറച്ചും കൂടി അതായത് കേപ്പബിൾ ആയിട്ടുള്ള നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇവർ പല മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പല നോർക്ക റൂട്ട്സുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റുമായിട്ട്, കേരള ഗവൺമെന്റുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ വെയിൽസിന് പുറമെ യോർക്ക്ഷയർ ഏരിയകളിലേക്കും
റിക്രൂട്ട്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റ് ഇയറിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്ട്ലി ഗവൺമെന്റ് ത്രൂ ആണ്, ഏജൻസികൾ ത്രൂ അല്ല. അപ്പോൾ നോർക്ക റൂട്ട്സ് വഴിയായിരിക്കും ഇതിന്റെ എല്ലാം റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പോൾ വെയിൽസിൽ നടക്കുന്ന പോലെ. അപ്പോൾ ഇവിടെ ശരിക്കും ഇവിടെ അടിയാവുന്നത് വെച്ചാൽ ഏജൻസിന് അടിയാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ NHS ട്രസ്റ്റിന്റെ പലരും ഏജൻസികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോർക്ക റൂട്ട്സ് ഡയറക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ NHS ട്രസ്റ്റുകൾക്കാണെങ്കിലും വളരെ സുതാര്യമായ രീതിക്ക് ആളുകളെ എടുക്കാനും നല്ല ക്വാളിറ്റിയുള്ള ആളുകളെ എടുക്കാനും പറ്റുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇനി വരുന്ന സമയങ്ങളിലും ഒരു തടസ്സമില്ലാതെ നടക്കും. ഈ വരുന്ന ഇയേഴ്സിലും റിക്രൂട്ട്മെന്റ് നടക്കാനുള്ള വെയിൽസിലെ പോലെ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നിയുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റ്സ് ഇതേപോലെ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എനിവേ, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്